അങ്ങ് ചെന്നെത്തുന്നത് ജനഹൃദയങ്ങളുടെ അകത്തളങ്ങളിലാണ്. ഓരോ ഇടവകാരി പണ്ട് ജോബച്ചിന് ഇതേപോലെ മാറിപ്പോകുമ്പോൾ ഞാനത് പറഞ്ഞു. കാരണം ഒരു ഇടവകാരി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പറ്റാചരണത്തെ ചേർത്ത് നിർത്തി കൂട്ടിക്കെട്ടി സ്നേഹത്തില് ആധ്യാത്മിക ചൈതന്യത്തില് അവരെ വളർത്തുന്ന ആളാണ്. അച്ഛനെ സംബന്ധിച്ചിടത്തോളം എന്റെ മനസ്സിൽ നിൽക്കുന്നത് അച്ഛന്റെ ആ സോൾഫുൾ ആയിട്ടുള്ള കുർബാനയാണ്. പ്രിയപ്പെട്ടവരെ, നമ്മളത് മിസ് ചെയ്യും. അച്ഛന്റെ ആ കുർബാന, അതിലുള്ള മെസ്സേജ് ഞങ്ങളുടെ മനസ്സുകൾ ഉണർത്തുകയും പലപ്പോഴും ആ പ്രാർത്ഥനകളുടെ ശബ്ദത്തിലേക്ക് ഉയരുന്ന പോലെ എനിക്ക് തോന്നിയിട്ടുണ്ട്. 2, അച്ഛന്റെ ആ കറേജ് ഓഫ് കൺവിക്ഷൻ. അതാണ് ഒരു നേതാവിൻ്റെത്. സഭയിൽ പല കോളിളക്കങ്ങളുണ്ടായി. പക്ഷേ അങ്കമാലി എറണാകുളം രൂപതയുടെ കൂടെ നിന്നിട്ട് ആ ഒരു എന്താ പറയാ, ദ കൈൻഡ് ഓഫ് കൺവിക്ഷൻ ദാറ്റ് ഗിവ്സ് കറേജ് നമ്മുടെ ക്രിസ്തുവിനെ ഉണ്ടായി. ചാട്ടുവാറുകൊണ്ട് അടിച്ചോടിച്ചില്ലേ കപട വിൽപ്പനക്കാരെ. അച്ഛാ, അതൊക്കെ ഞാൻ അച്ഛനിൽ കണ്ട വ്യതിരിക്തമായ ചില പ്രത്യേകതകളാണ്. പറഞ്ഞില്ലെങ്കിൽ എനിക്കൊട്ടും സമാധാനമില്ല. അതിനുവേണ്ടി തന്നെ തീർച്ചയായിട്ടും അച്ഛൻ പോയി കഴിയുമ്പോൾ അച്ഛന്റെ വോയിസ് പവർ ഞാൻ എപ്പോഴും പറയുമായിരുന്നു. പ്രാർത്ഥനകളിൽ ഞങ്ങൾ ഉണർത്തുന്ന ഒരു ശബ്ദം. ഇതൊക്കെ ഞങ്ങൾ മിസ് ചെയ്യുക അച്ഛ. ഇതെല്ലാം മനസ്സിൽ ഉൾക്കൊണ്ട് ഞങ്ങളൊരു പാട്ട് പാടാണ്, മംഗളഗീതം. അത് നമ്മുടെ എൽസിബത്തിന് ഒരു പ്രത്യേക ഒരു നല്ലൊരു പാട്ട്, ഗ്രൂപ്പ് സോങ്ങിനെ പറ്റിയ പാട്ട് ഞങ്ങൾ പ്രാക്ടീസ് ചെയ്ത് പാടാൻ ശ്രമിക്കുകയാണ്. അതിനു മുമ്പ് മൈന ഒരു ഗാനം രചിച്ച് ഞാൻ അതിനൊരു തല്ലിക്കൂട്ട് സംഗീതമൊക്കെ ഉണ്ടാക്കി ഞാനൊന്ന് അതൊന്ന് അവതരിപ്പിക്കാൻ ധൈര്യം ഞാൻ കാണിക്കണം അദ്ദേഹത്തിന്റെ മുമ്പിൽ. ഇടവക ജനത്തിന്റെ ആധ്യാത്മിക പിതാവ്, ഇടവക ജനത്തിന്റെ ആധ്യാത്മിക പിതാവ്, ചൈതന്യമാർന്ന പ്രാർത്ഥനകളിലൂടെ മനസ്സുകളെ ദൈവത്തിലേക്ക് ഉയർത്തുന്ന ഞങ്ങളുടെ ജോസച്ചൻ, ജോസച്ചൻ, ജോസച്ചൻ. നിയമങ്ങളിൽ കാർക്കശനെങ്കിലും കരുണ നിറഞ്ഞ ഇടപാലകൻ, നിയമങ്ങളിൽ കാർക്കശനെങ്കിലും കരുണ നിറഞ്ഞ ഇടപാലകൻ. അങ്ങ് നടന്ന് നീങ്ങുന്ന പാത വീഥികളിൽ നന്മയുടെ നിർപുഷ്പങ്ങൾ വിരിയട്ടെ, വിരിയട്ടെ. സാർത്ഥകമായ ഈ ജീവിതം ഇനിയും 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 പുണ്യപൂർവമായ വഴികളിലൂടെ, സാർത്ഥകമായ ഈ ജീവിതം ഇനിയും 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 പുണ്യപൂർവമായ വഴികളിലൂടെ. സർവശക്തൻ